ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ചിക്കൻ സോസേജിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകണ, മുമ്പൊക്കെ പുറത്ത് മാത്രം കിട്ടിയിരുന്ന ഇപ്പോൾ നമ്മളെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിളായ ഈ ഒരു ചിക്കൻ സോസേജ് ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതാ 1/2 കിലോത്തിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഇത്. ഇതിന് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ 12 പീസാണുള്ളത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് വരുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം, ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റൊക്കെ ഇട്ടാൽ മതിയാവും. അപ്പോഴേക്ക് ഐസൊക്കെ പോവും. നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാന് വെച്ച് കൊടുക്കുക. പാന് ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആദ്യം ചേർത്തത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഒന്നിങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാളയാണ് കേട്ടോ. സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴന്ന് വന്നപ്പോൾ പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്തത് ഒരു 4 പച്ചമുളകാണ്. നെടുകെ കീറി 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ചമണം പോണ വരെ അങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ. നല്ലോണം ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് പോണ വരെ ഇളക്കിയെടുക്കുക. പിന്നെ ഇതിൽ ചേർത്തത് വെളുത്തുള്ളി, ഇഞ്ചി അതിൻ്റെ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊരു മിക്സർ ജാറിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ചെറിയ ജീരകം, പിന്നെ 3/4 സ്പൂണ് കുരുമുളക്, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് അതും കൂടി ഇതിൽ ചേർത്തി കൊടുക്കുക. എന്നിട്ടില്ലേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്തത് മസാലപ്പൊടികളാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 സ്പൂണ് മുളക് പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി. എരിവൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എരിവൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുക, എന്നാലേ അവരൊക്കെ കഴിക്കുകയുള്ളൂ. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മളിതിൽ ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ 2 തക്കാളി തൊലി കളഞ്ഞെടുക്കുക. വേവിക്കൊന്നും വേണ്ട, തൊലി കളഞ്ഞെടുത്തിട്ട് ഒരു മിക്സർ ജാറിലിട്ട് കൊടുക്കുക. കൂടെ 1/2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ അരച്ചിട്ട് ഇതും കൂടി അതിൽ ചേർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോണ വരെ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ സോസേജ്, അത് ഇട്ട് കൊടുക്കാൻ പോണത്. സോസേജൊക്കെ അതിലിട്ട്
നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ടൈം കൈയെടുക്കാതെ അങ്ങനെ എന്നിട്ട് ഇതാ കൈയെടുക്കാതെ ഇങ്ങനെ 5 മിനിറ്റ് നല്ല ഫുള്ള് ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിയാൽ തന്നെ അത് കുക്കായി കിട്ടും കേട്ടോ. ഇത് ഇങ്ങനെ മസാലയിലൊന്നും അല്ലാതെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ട് ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുക്കൂലേ, അതേമാതിരി ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതൊന്നും കൂടി മസാല വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ അത് അങ്ങനെ സ്വന്തമായിട്ടും അങ്ങനെ ഫ്രൈ ആക്കിയെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാം കേട്ടോ. അതും ഈ പാന് കുറച്ച് സ്പേസ് കുറവാണ്, അതുകൊണ്ടാണ് ഇത്ര ടൈം ആയത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നമ്മളിത് അടച്ച് വെക്കണമെന്നില്ല, അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഇറങ്ങുള്ളൂ. അപ്പോൾ അതാ പിന്നെ ഇതിൽ ചേർത്ത് ചിക്കൻ മസാല ഉണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ചേർത്തി കൊടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ എപ്പോഴാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി മറിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ചേർത്തി കൊടുത്തത് മല്ലിച്ചപ്പ് പുതിനയിലാണ് ചേർത്തി കൊടുത്തത്. അപ്പോൾ അതും കൂടി മേലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റും കൂടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ് ഈ ഒരു ചിക്കൻ സോസേജ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നമുക്കിത് ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.